കറക്റ്റ് കണക്കെടുത്താൽ ആത്മഹത്യ ചെയ്യേണ്ട ആളാ. അല്ലേ? ആത്മഹത്യ ചെയ്യേണ്ട ആളെന്ന് പറഞ്ഞാൽ വാഹനം ഓടിച്ചപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ആളാ. കറക്റ്റാ അല്ലേ? അത് വേണം ഞാൻ പറഞ്ഞുതരാം. ഇന്നേക്കൊരു 1.5 വർഷം മുമ്പ് കറക്റ്റാ ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പാണ്. 1.5 വർഷം മുമ്പ് വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു വേദന തട്ടിയേച്ച് ഒരു വണ്ടിക്കടിയിലേക്ക് കൊണ്ട് കയറ്റാൻ ഞാൻ ചിന്തിച്ചതാ. സംഭവം ജീവിതം അടുത്ത് ചിന്തിച്ചതാ. അച്ഛാ ഒന്ന് എഴുന്നേറ്റെ. അച്ഛാനൊന്ന് എഴുന്നേറ്റെ. നിങ്ങളൊന്ന് എഴുന്നേറ്റെ. നിങ്ങളിവിടെ നിൽക്കുമ്പോ ഇങ്ങോട്ട് നോക്കിക്കേ. ബൈബിളിലെ യേശുക്രിസ്തുവിന്റെ പഴയ നിയമത്തിൽ ഒരു പേരുള്ള വ്യക്തിയാ നിങ്ങൾ. യെശയ്യാവിന്റെ അകത്ത് പറയുന്ന പേരെന്നാ? യേശുക്രിസ്തുവിനെ യെശയ്യാവിൽ പറയുന്ന പേരെന്നാ? ആണോ? ശുശ്രൂഷയ്ക്കുള്ള ആളാ. ഇമ്മാനുവേൽ. ആരാ ഇമ്മാനുവേൽ? പുള്ളിയുടെ പേരൊന്നും ചോദിച്ചേ. ഇമ്മാനുവേൽ നമ്മോടുകൂടെ. അങ്ങനല്ലേ? ശ്രദ്ധിച്ചു കേട്ടോ. ഇമ്മാനുവേൽ ബ്രദറെ, ഇന്ന് നിങ്ങളുടെ സീസണ് ദൈവം ഓപ്പൺ ചെയ്യാൻ പോവാ. ഒരു വിഷയമല്ല, ഒരുപാട് പ്രതികൂലത്തിന്റെ നടുക്കാ നിങ്ങൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു അത്ഭുതം ആണോ? കറക്റ്റ് കണക്കെടുത്താൽ ആത്മഹത്യ ചെയ്യേണ്ട ആളാ. അല്ലേ? ആത്മഹത്യ ചെയ്യേണ്ട ആളെന്ന് പറഞ്ഞാൽ വാഹനം ഓടിച്ചപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ആളാ. കറക്റ്റാ അല്ലേ? അത് വേണം ഞാൻ പറഞ്ഞുതരാം. ഇന്നേക്കൊരു 1.5 വർഷം മുമ്പ് കറക്റ്റാ ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പാണ്. 1.5 വർഷം മുമ്പ് വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു വേദന തട്ടിയേച്ച് ഒരു വണ്ടിക്കടിയിലേക്ക് കൊണ്ട് കയറ്റാൻ ഞാൻ ചിന്തിച്ചതാ. സംഭവം ജീവിതം അടുത്തിട്ട് ചിന്തിച്ചതാ. പക്ഷെ കഴിഞ്ഞില്ല. അതിന് വേണം തെളിവൂടെ പറയാ. സൈഡിൽ വണ്ടി ചവിട്ടി നിർത്തി ആരോടും പറയാതെ ഹെൽമെറ്റ് വെച്ചിരുന്ന് കരഞ്ഞിട്ടാണ് വണ്ടി ഓടിച്ചിട്ട് പോയത്. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് സൈഡോട് ചവിട്ടി നിർത്തി ഹെൽമെറ്റ് ഊരി ഒന്ന് കരഞ്ഞു. ആ കരഞ്ഞത് ഒരു മരത്തിന്റെ ചോട്ടിലാ നിന്നത്. ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല. ഒരു മരത്തിന്റെ ചോട്ട്. അതിന് ഇപ്പുറത്ത് ഒരു ബേക്കറി ഉണ്ടായിരുന്നു. ആ ബേക്കറി ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടായി തെളിവ് സഹിതം പറയുന്നത്. ഇത് ശ്രദ്ധിച്ചോ. എന്നെ കർത്താവ് കാണിക്കുന്നത് നിങ്ങളൊരു പ്രത്യേകതരം ജോലി ചെയ്യുന്ന ആളാ. നമ്മളെന്തോ ജോലി ചെയ്തോണ്ടിരുന്നേ? ഇരുന്നോ. നേരത്തെ എന്തായിരുന്നു? ഇരുന്നോ. ഞാൻ ഉദ്ദേശിച്ച ആളല്ല, ജോലിയല്ല. സുജി ബ്രദറിനും ഇതുപോലൊരു അനുഭവം ഉണ്ട്. ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവും. ഇതുപോലൊരു അനുഭവം നിങ്ങൾക്കും ഉണ്ട്. ഇരുന്നോ. ഞാനത് കറക്കി കൊണ്ടുവരണം. ഇതിങ്ങനെ കൊണ്ടുവരണം, ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരണം. സുജീവെന്നല്ലേ പറഞ്ഞേ? സുജേഷ്, സോറി, എൻ്റെ കുഴപ്പമില്ലല്ലോ. സുജേഷ് ബ്രദറിനും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹവും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ 3 പേരുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. വേണേ പറഞ്ഞുതരാം. വെയിറ്റ്. നിങ്ങളൊരു പ്രത്യേകതരം ജോലിയാണ് ചെയ്യുന്നത്. ഈ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ഒരു പരിപാടി, കൂടുമാറ്റം. എന്തോ ചെയ്യുന്നേ? ഷിഫ്റ്റിംഗ്. അതെന്താ? അത് ഈ വീടുകളിൽ അതെന്താ അതിന്റെ പരിപാടി? എങ്ങനെയാ? അത് എനിക്കിതുകൊണ്ട് മനസ്സിലാകുന്നില്ല. ഫർണിച്ചർ മാറ്റി കൊടുക്കല്. എന്തോ? ഫർണിച്ചർ മാറ്റി കൊടുക്കല്.
ഫർണിച്ചർ മാറിക്കൊടുക്കല്, ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. വീടിന്റെ പരിപാടിയുണ്ട്, വീടിന്റെ പരിപാടി ഇല്ല, ഇതാണ് പരിപാടി. അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്, ഇല്ലയോ? എറണാകുളത്തുണ്ട്. ആ, ഓ, അങ്ങനെ ഒരു പരിപാടി. എന്താ പറയാ, ഷിഫ്റ്റ് മാനേജ്മെന്റ്. നമ്മുടെ നാട്ടിൽ ഇതില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ ചുമക്കണം. അത് കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണല്ലോ. എത്ര രൂപയാ ഇതിന്? 15,000 രൂപ കിട്ടുമോ? ഇല്ല, ജോലിക്ക് നിൽക്കുന്ന പണിയുള്ളപ്പോഴേ വിളിക്കുള്ളൂ. അല്ല, ജോലിക്ക് നിൽക്കുന്നയാളാ. അതെ. ആ, ഓക്കെ, ഡൺ. ശരി ശരി, മൈക്ക് ശ്രദ്ധിച്ചോണം. ജോലിക്ക് നിൽക്കുന്ന ആള്. ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടു. അത് മാത്രമല്ല, കർത്താവ് എന്നെ കാണിച്ചൊരു കാഴ്ച. കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടാ ജീവിക്കുന്നത്. ഒറ്റപ്പെട്ട തനിച്ച. എത്ര വർഷമായിട്ട് ഒറ്റപ്പെട്ടാ ജീവിക്കുന്നത്? കുടുംബം എന്തി? വൈഫ്? പക്ഷെ ഒരു ഒറ്റപ്പെടില്ല. ആ, മനസ്സിലായി. എല്ലാരും ഉണ്ടെങ്കിൽ ഓക്കെ, ഡൺ. അവിടെ ഇരുന്നോട്ടെ. എല്ലാരും ഉണ്ടെങ്കിലും അത് ഞാൻ പറയാം, ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവം. അമ്മയല്ലേ? മനസ്സിലായി. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ആലുവ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ആലുവ. രണ്ടും ആലുവായ. വെയിറ്റ്, ഞാൻ കൊണ്ടുവരാ. ഇതിങ്ങനെ കൊണ്ടുവരാ. വേണ്ട, ഞാൻ വന്നോളാം. വെയിറ്റ്, ഞാൻ വന്നോളാം. ഒന്ന് എഴുതട്ടെ. എൻ്റെ വൈഫിന്റെ പോലത്തെ ഒരു പേരാ കാണുന്നത്. എൻ്റെ വൈഫിന്റെ പേര് സിമീന. എൻ്റെ വൈഫിന്റെ അനിയത്തിയുടെ പേരാ സിമി. എത്ര നാളായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? 9 വർഷം. ഇരി അവിടെ. എത്ര നാളായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നു? 3 വർഷം കഴിഞ്ഞു. കറക്റ്റ് 3 വർഷം. മുമ്പേ പറഞ്ഞ പോലെ 3 വർഷമായിട്ട് ഒറ്റയ്ക്കാ ജീവിക്കുന്നത്. സുജേഷ് ബ്രദറെ, പലരുടെയും ജീവിതം എടുത്താൽ പല അനുഭവമാണ്. വേദനയേറിയ പല അനുഭവങ്ങളുള്ള ഈ ആൾക്കാർ. പക്ഷെ ജനിച്ചുപോയി ജീവിച്ചേ പറ്റൂ. അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. 3 വർഷമായിട്ട് ഒറ്റപ്പെട്ടാ നിൽക്കുന്നത്. കർത്താവ് എന്നെ കാണിക്കുന്ന കാഴ്ച ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചു പോയത് അല്ലേ? അതെ. പക്ഷെ കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞു, അതിനെ നികത്താൻ പോവാന്ന് പറയാൻ പറയും. അതിനെ നികത്താൻ പോവാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നു, നിങ്ങളൊരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അതൊട്ട് നടക്കുന്നുമില്ല. ശരിയാണ്. ഒരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു, പക്ഷെ അത് ഒരു തരത്തിലും നടക്കുന്നില്ല. ആ രാജ്യത്തിന്റെ പേര് എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു പേരാ. ഞാൻ ഇവിടെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തൊരു രാജ്യമാണ്. പ്രാർത്ഥിച്ച് എന്റെ ഇടപാട് തീർന്നു. ഒരു രാജ്യത്തിന്റെ പേര് പറ. അല്ല, ഏതാ? ഏത് രാജ്യത്തേക്ക് പോകാനാ? ഓസ്ട്രേലിയ. ഞാൻ മടുത്തയാളാണ്. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തയാളെ. എങ്കിലും 1 വർഷവും 3.5 മാസവും കൃത്യമായിട്ടുണ്ട്. കറക്റ്റാ. ഒരു 12 മാസവും 100 ദിവസം ആയില്ല. 100 ദിവസം ആകാൻ ഇനി 2 ദിവസം കൂടെ ഉണ്ട്. 12 മാസവും ഒരു 38 ദിവസമായിട്ടുള്ളൂ. അല്ല, 3 മാസം ആയല്ലോ. മൊത്തം എത്ര മാസമാ? 3.25 മാസമായി. 3.25 മാസം. അതെ. അല്ലയോ? 1 വർഷവും 38 ദിവസവും. 38 ദിവസവും. ഓക്കെ, ഇത്ര ആയിട്ടുണ്ട് ആ രാജ്യത്തേക്ക് പോകാൻ. അതിന്റെ അകത്തൊരു സംഭവം നടക്കും. സ്തോത്രം. ആമേൻ. താമസമുണ്ട്, പക്ഷെ നടക്കും. നല്ല താമസമുണ്ട്, പക്ഷെ നടക്കും. അത് ആമേൻ. കർത്താവ് എന്നെ അടുത്തൊരു കാഴ്ച കാണിക്കുന്നത്, ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വിൽക്കാനിട്ടിരിക്കുന്നത് നാളുകളായി നടക്കാത്തൊരു സംഭവം. ഞങ്ങളുടെ തറവാട് വിൽക്കാനായിട്ട് 12 വർഷമായി വിൽക്കാൻ നോക്കിയിട്ട് നടക്കാത്തൊരു കേസ്. അതിന്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? അടുത്ത ആഴ്ച കൊണ്ടുപോകാൻ ദൈവം അതിൻ്റെ ഒരു അത്ഭുതത്തെ ചെയ്യും. അത് ആലുവയിലാണോ ആ വസ്തു? ആലുവയില്. ഒരു
ഇറക്കം ഇറങ്ങി താഴ്ചയിലിരിക്കുന്ന വസ്തുവാണോ അത്? ഒരു ചെറിയ ഇറക്കം ലെഫ്റ്റ് സൈഡിൽ, വലിയ ഇറക്കമല്ല, ചെറിയ ഇറക്കം, ചെറിയ ഇറക്കം, കുഞ്ഞിറക്കത്തിൽ ഒരു ലെഫ്റ്റ് സൈഡ്. അതെ അല്ലേ? അതെ. ഒരു കുഞ്ഞിറക്കം, അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു വീട്, അതല്ലേ? അതെ. ആലുവായിന്ന് പിന്നെയും പോണമല്ലോ, 3.5 കിലോമീറ്റർ. അതെ അല്ലയോ? അതെ. ഞാനൊരു ആദ്യം ഒരു ടാറിട്ട റോഡാ കാണിക്കുന്നത്. അതെ. അത് കഴിഞ്ഞ് ഇറക്കം ഇറങ്ങുന്ന ഒരു റോഡ് കോൺക്രീറ്റ് റോഡാണല്ലോ, അല്ലേ? ടാറിട്ടതല്ല, ഇത് താഴോട്ട് ഇറങ്ങുന്ന കോൺക്രീറ്റ് ഇട്ട റോഡാണ്. കറക്റ്റാ. 2 വീട് ദൈവം എന്നെ അവിടെ കാണിക്കുന്നു. ഒന്ന് ഈ ഓടും ഒരു ഓട്ട വീടുണ്ട്, ഒരു ഓടിട്ട വീട്, ഒരു കുഴിയില്. അതെ. അതാരുടെ വീടാ? അതൊരു കൂട്ടുകാരന്റെ. അതിന് മേളിലിരിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട്? അതിന്റെ തൊട്ട് മുകളിൽ തൊട്ടിപ്പുറത്ത് കാണുന്ന വീട്, തൊട്ടിപ്പുറത്ത് ആ വാർത്ത വീട്, പാർക്ക് വീട്, അതാണോ നിങ്ങളുടെ വീട്? അതെ. ഒരു പഴയ വാർത്ത വീട്, ഒരു 10-16 വർഷം പഴക്കമുണ്ട്. ഒരു പഴയ വാർത്ത വീട്. അതെ. ആ വീടാണോ? അതെ. ആ താഴെ ആ കുഴി ഇരിക്കുന്നത്, ഞാൻ ഈ പറയാൻ കാര്യം, താഴോട്ട് ഇറക്കം പറയുമ്പോൾ കുഴിയിൽ ഒരു ഓടിട്ട വീട് കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് മേളിലിരിക്കുന്നത്, അതിന്റെ തൊട്ട് മേളിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീട്. ആ വീടല്ലേ നിങ്ങളുടെ വീട്? ഇതാണ് വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലം. ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇത് 5.25 സെന്റ് സ്ഥലം. കണ്ടാലൊരു 8-10 സെന്റിന്റെ പകിട്ടാണല്ലോ ഇത്. ആധാരത്തിൽ കൂടുതൽ കാണിക്കുന്നുണ്ട് സ്ഥലം. കൂടുതൽ കാണിക്കുന്നുണ്ടോ? അതെ. എത്ര സെന്റ് കാണിക്കുന്നുണ്ട്? 6-ന്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഭയങ്കര ഒരു പകിട്ടായി സ്ഥലം. ഇത് കൊടുക്കാനിട്ടിരിക്കുന്ന വീടാ. ഞാനിപ്പോ ആത്മാവിൽ ആ വീടിന്റെ അടുത്താ വന്ന് നിൽക്കുന്നത്. ഇവിടെ കാല് വെച്ചെങ്കിൽ ഇത് വിറ്റു പോകണം. ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ ആരും താമസക്കാരും ഇല്ലേ? വീട് പണയത്തിന് കൊടുത്തേക്കാം. ഏതോ വീട് വാടകയ്ക്ക് കൊടുത്തേക്കാം. വാടകയ്ക്ക് കൊടുത്തിരിക്കും. ഇവിടെ ആരെയും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. വന്നു പോയി നിൽക്കുന്നവരൊക്കെയാ. എന്തോ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല ഇപ്പം. ഇല്ല, ഇല്ല, എല്ലാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ചോദിച്ചത്. ഒന്ന്, 2, 3 മുറിയാണോ അകത്ത്? 3 അല്ലേ? 3 മുറി. 1, 2, 3 മുറി കാണിക്കും. അതെ. ഒരു ഡൈനിങ് ഹാള് പോലെ ഡൈനിങ് ഹാൾ ഉണ്ട്. കറക്റ്റാ. വലിയൊരു കിച്ചണാ കാണിക്കുന്നത്. കിച്ചൺ വലുതുണ്ട്. വലിയ കിച്ചൺ അല്ലേ? വലിയ കിച്ചൺ കാണിക്കുന്നു. നിങ്ങളവിടെ പോകാറുണ്ടോ? അടുത്ത കാണാം. തൊട്ടടുത്ത താമസിക്കുന്നത് ആണോ? വലിയൊരു കിച്ചൺ കാണിക്കുന്നു. ഈ കാർ കയറാനുള്ള സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ട്. കറക്റ്റാ, എല്ലാം കൃത്യമാണ്. ഇത് കൊടുക്കാൻ നോക്കിട്ട് എന്താ എടുക്കാത്തതിന്റെ വില അതുപോലെ. എത്ര? 35 ലക്ഷം രൂപയാണോ ചോദിക്കുന്നത്? 47. എത്ര വരെ ഒന്ന് പറഞ്ഞു? 47 നിൽക്കണം. കൊടുത്തേര്. 10-ാം തീയതി ഒരാൾ പറയാന്ന് പറഞ്ഞു മേടിക്കാൻ. കൊടുത്തേര്. 45 ലക്ഷം രൂപ ലാസ്റ്റ് പറയും. എന്തോ ചെയ്യണം? കൊടുക്കാം. വേറെ വാങ്ങിക്കണ്ടേ? അടിക്കണം. ആ ഏറിയെന്ന് മാറണ്ടേ? ആ ഏറിയെന്ന് മാറണം. ദൈവം എന്നെ അങ്ങനെ ഒരു വീട് കാണിക്കുന്നു. ദൈവം എന്നെ, കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ വടക്കോട്ട് മാറി നിങ്ങളൊരു സ്ഥലം എടുക്കും. സ്തോത്രം. ഞാൻ ഇന്ന് വരെ വടക്കും തെക്കും പറയുന്ന ആളല്ല, പക്ഷെ എന്നെ കർത്താവ് കാണിക്കുന്നു, ഇവിടുന്ന് വടക്കോട്ട് മാറി ഒരു സ്ഥലം നിങ്ങൾ എടുക്കും. അത് ഈ ടൗണുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമായിരിക്കും. ഇവിടുന്ന് വടക്കോട്ട് പോകുന്ന ടൗണിലോട്ടാണോ പോകുന്നത്? വടക്കോട്ട് കുറച്ച് ദൂരം പോകണം. ടൗണിലോട്ടാണോ പോകുന്നത്? അല്ലേ? ആലുവ ഭാഗത്തോട്ടാ പോകുന്നത്. അങ്ങോട്ടല്ലേ പോകുന്നത്? ആ ഏരിയയിൽ ഒരു വീടെടുക്കും. ചൂട് എളുപ്പത്തിൽ പറഞ്ഞാൽ എന്റെ ബാക്ക് സൈഡിൽ വെള്ളമൊക്കെ ഉള്ള ഒരു ഏരിയ. ആലുവപ്പുഴയുടെ ഭാഗത്താ. ഏതാ? ആലുവപ്പുഴയുടെ ഭാഗത്താ. ആലുവപ്പുഴയുടെ ഭാഗത്താ. അങ്ങനെ ഒരു സ്ഥലം കർത്താവിനെ കാണിക്കുന്നു. ആലുവപ്പുഴയുടെ ഭാഗത്ത് വെള്ളമുള്ള ഒരു ഏരിയ കാണിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യും. 3 വർഷമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുക. 3 വർഷമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിങ് ഊരി മാറാൻ തക്കവണ്ണം തന്നെ ഇങ്ങനെ നിൽക്കുക. സ്നേഹ അല്ലേ? സ്നേഹ ഊരി മാറിയോ? ഇല്ലല്ലോ. അറ്റത്ത് വന്ന് നിൽക്കുന്നു. തിരിച്ചു വരുത്തിയാ സ്വീകരിക്കുമോ? സ്വീകരിക്കും. ഗ്യാരണ്ടി? തീർച്ചയായിട്ടും. കുഞ്ഞുങ്ങള് ഇല്ല. ശൂന്യതയാ കാണുന്നത്. ഇല്ലല്ലോ, കുഞ്ഞുങ്ങളില്ല, കാണുന്നില്ല ഒന്നും. ശൂന്യത കാണുന്നു. യേശുവിന്റെ നാമത്തിൽ
ഇമ്മാൻ ബ്രദറെ, ദൈവം നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യാൻ പോകും. സ്തോത്രം, 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 സ്തോത്രം. 90 ദിവസം കൊണ്ട് ആമേൻ, 2 കാര്യങ്ങൾ നടക്കും. ആമേൻ, സ്തോത്രം, 2 കാര്യങ്ങൾ. സ്തോത്രം. ഒന്ന്, ഈ പ്രോപ്പർട്ടി സംബന്ധിച്ച് ഒരു വിടുതൽ ദൈവം ചെയ്യും. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2, പിണങ്ങി പോയ സ്നേഹമായി ദൈവത്തിന്റെ ഒരു കാര്യം ചലിക്കും. സ്തോത്രം, സ്തോത്രം, ഒരു അത്ഭുതം ചലിക്കും. സ്തോത്രം. 90 ദിവസം കൊണ്ട് അത് സംഭവിക്കും. ആമേൻ, സ്തോത്രം, കർത്താവിന്റെ കാര്യം ചലിക്കും. സ്തോത്രം. നിങ്ങളുടെ കർത്താവ് ഉണ്ട്. എന്നോട് കർത്താവ് അങ്ങനെ പറയും. ഇത് പറയുമ്പോഴെല്ലാം കർത്താവ് എന്നെ വേറെ കാഴ്ചയോടെ കാണിക്കുന്നു കേട്ടോ. ഇത് പറയുമ്പോഴേ ഒരു ആക്സിഡന്റിനെ നിങ്ങൾ തരണം ചെയ്ത് കയറി വന്നയാളാ. കയറി വന്നയാളാ. അതെ. രക്ഷപ്പെടുന്നില്ലെന്ന് വിധി എഴുതിയതാ. എന്തോ ഒന്ന് നിങ്ങളുടെ ദേഹത്തോട്ട് വീഴുന്നത് പോലെ ദൈവം എന്നെ കാണിക്കുന്നത്. കയറി വന്നയാളാ. ദൈവത്തിന്റെ ഒരു പദ്ധതിയാ കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരുന്നാട്ടെ.